എന്നെ വീട്ടിൽ പഠിപ്പിച്ചോണ്ടെന്ന മായമ്മേന്നാട്ടോ ഞാൻ വിളിക്കാം. മായമ്മ എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചോണ്ടെന്ന്. അപ്പൊ ഞാൻ റിസൾട്ട് വന്നപ്പോ മായമ്മ എടുത്ത് വിളിച്ചു പറഞ്ഞു, മായമ്മേ 9 A+ ഒരു B+. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു മാത്സ് നമുക്ക് പിന്നെ അറിയാലോന്ന്. ഞാൻ പറഞ്ഞു മാത്സിനല്ല ഫിസിക്സിനാ B+. അപ്പോഴെല്ലാരും ഞെട്ടിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ആണ് സ്ഥലം. ഒരു പാട്ടിന്റെ ഷൂട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ മീനുക്കുട്ടിയെ പിന്നെ കാണില്ല. കാരണം മീനുക്കുട്ടിയും കുട്ടികളും കൂടെ കളിക്കാൻ വേണ്ടി പോകും. ഫുൾ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന കുട്ടിയാ. എക്സാം ആയപ്പോ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു അച്ഛനും ഇരുന്ന് പഠിക്കും മീനു ഇരുന്ന് പഠിക്കും ഒന്നും ഉണ്ടായില്ല. വെരി ഗുഡ്, ഇങ്ങനെ വേണം അച്ഛനും തഗ്. ഒന്നും ഉണ്ടായില്ല. അച്ഛൻ എൻ്റെ അടുത്ത് പിന്നെയും പറഞ്ഞു, ഞാൻ ഇച്ചിരി എങ്ങാനും ഒരു സിനിമ വല്ല അച്ഛൻ എന്നും രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഞാനും അച്ഛനും കൂടെ സിനിമ കാണും. അപ്പൊ സിനിമ കാണാൻ വിളിക്കുമ്പോൾ ഒരു ദിവസം വല്ല ഇല്ല അച്ഛൻ ഒരു സാധനം കൂടെ നോക്കാണ്ടെന്ന് ഞാൻ പോയ അച്ഛൻ വേണേ അടുത്ത വർഷം എഴുതാട്ടോ, ഇന്ന് ഇപ്രശ്നം തന്നെ എന്തിന്റെ ഒരു കാര്യം അങ്ങനെ പറയുന്ന അച്ഛനായിരുന്നു. അതുകൊണ്ട് ഈ അച്ഛനെ കടം കൊടുക്കപ്പെടില്ല കേട്ടോ. കുട്ടികൾക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും ആ അച്ഛനെ എനിക്ക് കിട്ടി. അതെ, അപ്പൊ അച്ഛൻ അങ്ങനത്താണ്. പക്ഷെ അമ്മ കുറച്ചുകൂടെ ഒക്കെ വല്ലതൊക്കെ പഠിക്കണം കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയൊക്കെ പറഞ്ഞിട്ടോ മാത്രമല്ല, അല്ലാതെ ഇരുന്ന് പഠിക്ക് അതൊന്നും